നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. സീതാറാം യെച്ചൂരിയുടെ ഒഴിവിൽ CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ആര്? പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ബൃന്ദ കാരാട്ടിൻ്റെയും മണിക് സർക്കാരിൻ്റെയും മുഹമ്മദ് സലീമിൻ്റെയും ഒക്കെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ നിന്നുള്ള MA ബേബിക്കായി ചരടുവലി നടക്കുന്നതായുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ മുൻനിരയിൽ പാർട്ടി കേരള ഘടകത്തിൻ്റെ സെക്രട്ടറി MV ഗോവിന്ദനാണെന്ന അഭ്യൂഹങ്ങളുമുണ്ട്. പിണറായി വിജയനെതിരെയുള്ള പടയൊരുക്കത്തിൻ്റെ ഭാഗമായി കൂടി ഈ നീക്കത്തെ വ്യാഖ്യാനിക്കാം. ഒരിടവേളയ്ക്ക് ശേഷം CPMൽ വിഭാഗീയത കൂടുതൽ പ്രകടവും പരസ്യവുമാകുന്നുവോ? ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. ഗോവിന്ദൻ ഗ്രൂപ്പോ? ഇടത് സൈദ്ധാന്തികൻ പണ്ഡ്യാല ഷാജി, CPM സഹയാത്രികൻ ഡോക്ടർ B ജയരാജ്, രാഷ്ട്രീയ നിരീക്ഷകൻ N ശ്രീകുമാർ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ പണ്ഡ്യാല ഷാജിയിൽ നിന്ന് ഈ സംവാദം ആരംഭിക്കുകയാണ്. ശ്രീ ഷാജി, CPMൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുകയാണോ? മിസ്റ്റർ നമ്പ്യാർ, അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഒരു പ്രധാനപ്പെട്ട വിഷയം ഗോവിന്ദനിലൂടെ MA ബേബിയെ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു 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 കഥ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ തീർച്ചയായും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുഷ്ടബുദ്ധിയിൽ നിന്ന് വരുന്നൊരു നീക്കമാവാൻ മാത്രമാണ് അതിനുള്ള സാധ്യത. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമുണ്ട് ഇതിനകത്ത്. കാരണം പാർട്ടി സെൻട്രൽ കമ്മിറ്റിക്കകത്തും പാർട്ടി സെക്രട്ടേറിയറ്റിനകത്തും പൊതുവിൽ പാർട്ടിക്കകത്തും അയാളുടെ ഇമേജ് സമ്പൂർണ്ണമായി ഇടിഞ്ഞ് തൊലഞ്ഞു നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ മറ്റൊരു നീക്കം നടത്തി അതിനകത്ത് പാർട്ടിക്കകത്ത് അയാളുടേതായിരിക്കുന്ന ഒരു കോയ്മ സൃഷ്ടിക്കണമെങ്കിൽ അത് സൃഷ്ടിക്കാൻ ഉപയുക്തമായ ഒരു ഘടകം ആരാണെന്ന് പറഞ്ഞാൽ അത് ഗോവിന്ദനിലൂടെ ബേബിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. MA ബേബി പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആവുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു വലിയ ദുരന്തമായിരിക്കും. ഇതിനിടയിലുണ്ടാകുന്ന എൻ്റെ ഒരു അഭിപ്രായം, അഖിലേന്ത്യാ തലത്തിലുള്ള സെക്രട്ടറിയായി വരാൻ സാധ്യതയുള്ള ഒരാളായി ഞാൻ പരിഗണിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് മാണിക് സർക്കാരാണ്. എന്തുകൊണ്ടാണ് മാണി സർക്കാരിനെ പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്? ഒരു വലിയ ചോദ്യമുണ്ട് അതിനകത്ത്. ആ ചോദ്യത്തിന് സുപ്രധാനമായിരിക്കുന്ന ഒരു ഘടകം അത് രാഷ്ട്രീയമാണ്. ദീർഘകാലം ത്രിപുര CPMൻ്റെ സമ്പൂർണ്ണമായ നിയന്ത്രണത്തിലായിരുന്നല്ലോ. ഒരു തിരഞ്ഞെടുപ്പിലൂടെയാണ് BJP അവിടെ ഒരു സ്വീപ്പിംഗ് വിക്ടറി നടത്തുന്നത്. ശരിക്കും സ്വീപ്പിംഗ് വിക്ടറി എന്ന് പറഞ്ഞാൽ തൂത്തുവാരുകയാണ് ചെയ്തത്. ഇങ്ങനെ തൂത്തുവാരിയതിന് ശേഷമാണ് വാസ്തവത്തിൽ എന്താ പറഞ്ഞാൽ ത്രിപുരയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനവും വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടത് സംഘപരിവാര രാഷ്ട്രീയം എത്ര ശക്തമായാണ് നമ്മൾ ആരും അറിയാതെ ഇതിനകത്തേക്ക് വളരെ ഗംഭീരമായി ഇതിനകത്തേക്ക് കടന്നു കയറി ഇതിലേക്ക് സന്നിവേശിക്കപ്പെട്ടത് എന്ന് വളരെ ഗൗരവകരമായിരിക്കുന്ന ചോദ്യമാണത്. ആ ഒരു ചോദ്യത്തിനുള്ള ഒരു വിഷയത്തിൻ്റെ മേലെയാണ് അതിൽ പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം അഗർത്തലയിൽ നടന്ന പൊതുയോഗത്തിൽ അന്നത്തെ ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്ന വളരെ ഗംഭീരമായിരിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇതൊരു ചരിത്രപരമായ ഒരു വിജയമാണിത്, ഒരു ചരിത്രപരമായ വിജയമാണ് എന്ന ഒരു നിരീക്ഷണം അദ്ദേഹം നടത്തുമ്പോൾ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മൊത്തം മുൻപിൽ നൽകിയിട്ടുള്ള ഒരു വലിയ സൂചകവും കൂടിയായിരുന്നു അത്. അത്തരമൊരു വലിയ അനുഭവ പാഠത്തെ നേരിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് സത്യത്തിൽ ത്രിപുര. ആ ത്രിപുരയിൽ നിന്നുള്ള ആളാണ് ഈ മാണിക് സർക്കാർ എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ രാഷ്ട്രീയമായ പ്രാധാന്യം. ഇതും കേരളവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം വരുന്നത്. അതായത് ഈ CPMൻ്റെ കൽക്കട്ട പാർട്ടി കോൺഗ്രസോട് കൂടിയാണ് തലതിരിഞ്ഞ ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് CPM കടന്നു ചെല്ലുന്നതും MBR പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും അതിൽ പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന ഒട്ടനവധി വളരെ വിചിത്രങ്ങളായ സംഭവങ്ങൾ ഉണ്ടാവുകയും ആണവ കരാറിൻ്റെ വിഷയത്തിൻ്റെ മേലെ നിലവിൽ അന്നുണ്ടായിരിക്കുന്ന മുന്നണി മന്ത്രിസഭയെ CPM ഉൾപ്പെടെയുള്ളവർ വലിച്ച് താഴെയിടുകയും ചെയ്യുകയും അത് തിരുത്തുകയും ചെയ്തിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് നടന്നിരിക്കുന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. ഈ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കേരളത്തിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് രൂപം കൊണ്ടെടുക്കുന്ന മുന്നണി എന്ത് എന്നുള്ള വളരെ വ്യക്തമായിരിക്കുന്ന ഒരു മാർഗരേഖ കൃത്യമായി കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെയുള്ളതിലൂടെ സ്ഥിരീകരിക്കപ്പെടുകയും സ്ഥാപിക്കപ്പെടുകയും ചെയ്ത് സീതാറാം യെച്ചൂരി പിന്തുടർന്നു വന്നിട്ടൊരു പൊളിറ്റിക്കൽ ലൈനാണ്. ആ പൊളിറ്റിക്കൽ ലൈനിൻ്റെ തുടർച്ച നൽകാൻ ആരുണ്ട് എന്നതാണ് ചോദ്യം. അത് പൊളിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ മിസ്റ്റർ വിജയന്റെ നേതൃത്വത്തിൽ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. കേരളം സമ്പൂർണ്ണമായ ഇടതുപക്ഷത്തിൻ്റെ സഹാറ ആയി അല്ലെങ്കിൽ ഥാർ മരുഭൂമിയായി മാറ്റാനുള്ള പ്രക്രിയക്ക് ബലം കൂട്ടുന്നുവെന്നാണ് സ്വാഭാവികമായിട്ടും അതിനകത്ത് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. ഇങ്ങനെ നിരീക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ
തീർച്ചയായും അഖിലേന്ത്യാ തലത്തിനകത്തേക്ക് പാർട്ടിയോട് താല്പര്യമുള്ള ആളുകൾ സെൻട്രൽ കമ്മിറ്റിക്കകത്ത് പോളിറ്റ് ബ്യൂറോയിൽ ഇപ്പോൾ അത്യാവശ്യം ഉണ്ടാവുമല്ലോ. ആ ഉള്ള ആളുകളുടെ മുമ്പിനകത്തേക്ക് ഇതുപോലെ ഇയാൾക്ക് എന്തെങ്കിലും തരത്തിലുണ്ടായിരിക്കുന്ന സ്വാധീനമോ ബന്ധമോ ചെലുത്താൻ കഴിയുന്ന ഒരാളെ അതിനകത്തേക്ക് പ്രവേശിപ്പിച്ച് കുടിയിരുത്തുക എന്ന് പറയുന്നത് ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് അതിനേക്കാൾ മാരകമായ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള അല്ലെങ്കിൽ അതിലേക്ക് ചെന്ന് പതിക്കാനുള്ള ഒരു സാധ്യതയെ പുനർനിർമ്മിച്ചു കൊടുക്കുകയാണ് ചെയ്യുക എന്ന നിരീക്ഷണം സ്വാഭാവികമായിട്ടും പിന്നെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ മുമ്പിലും പോളിറ്റ് ബ്യൂറോയുടെ മുമ്പിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായും വരുന്ന ഒരു നീക്കം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ MP ഗോവിന്ദനിലൂടെ MA ബേബിയെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായി വാഴിക്കാമെന്ന് പറയാവുന്ന പിന്നെ മുഖ്യമന്ത്രി വിജയന്റെ ദുരുപദിഷ്ഠിതമായ ആ ചിന്തക്ക് സ്വാഭാവികമായും വലിയ തോതിലുണ്ടായിരിക്കുന്ന തിരിച്ചടികൾ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ വിഷയം എന്താന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി ഇയാൾ നടത്തിയിരിക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് നടത്തിയിരിക്കുന്ന വലിയ ഗിമ്മിക്കുകൾ അത് സമ്പൂർണ്ണമായി തകർന്നടിഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പോ പിന്നെ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസക്കാലത്തോളം, ഒരു മാസമല്ല 2 ആഴ്ചക്ക് മുകളിലായി കേരളത്തിൽ വന്നിട്ടുള്ള ADGP വിവാദവും സ്വപ്ന സുരേഷിന്റെ സ്വർണ്ണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വലിയ വിഷയങ്ങൾ വേറെ നടക്കുന്നുണ്ടല്ലോ. അതിനകത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇയാൾ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പോലും ഇയാൾ നടത്തിയിരിക്കുന്ന അതിക്രൂരമായ പരിഹാസ്യമായിരിക്കുന്ന ആധിപത്യം, ഈ ആധിപത്യമെല്ലാം തന്നെ സാമാന്യമായി പാർട്ടിയെ സ്നേഹിക്കുകയും പാർട്ടിയോട് ആലോചിക്കുകയും ചെയ്യുന്ന മുഴുവൻ പാർട്ടി സഖാക്കൾക്കകത്തും ഉത്തരവാദപ്പെട്ട പാർട്ടി കമ്മിറ്റിയിരിക്കുന്ന ഘടകത്തിലിരിക്കുന്നവർക്ക് പോലും ഇദ്ദേഹത്തോട് വല്ല ആഭിമുഖ്യവും നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ആ ആഭിമുഖ്യം സമ്പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ നിരീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അയാളുടെ പൊളിറ്റിക്കൽ ലൈനിന് ഒരു തരത്തിലുണ്ടായിരിക്കുന്ന സ്പേസും ഇനിയില്ല. പിന്നെ രണ്ടാമത്തെ വിഷയം, അയാൾ എടുത്തിരിക്കുന്ന പണി എന്ന് പറയുന്നത് തീർച്ചയായും അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ അയാൾക്ക് സ്വയം നിലനിൽക്കാനല്ല, അഖിലേന്ത്യാ രാഷ്ട്രീയത്തിന്റെ സ്വാധീനം കാരണം അയാൾ പെട്ടുപോയിരിക്കുന്ന ഒട്ടനവധി പിന്നെ വഷളത്തരങ്ങൾക്കും കേസുകളും അയാൾ പിടിമുറുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായിരിക്കുന്ന ഒരു സാധ്യത നിർമ്മിക്കാനുള്ള മറ്റൊരു രാഷ്ട്രീയ നീക്കമായി CPM-നെ വീണ്ടും ഉപയോഗിക്കാനുള്ള ശ്രമത്തെ തീർച്ചയായും കേരളത്തിലെമ്പാടുമുള്ള പാർട്ടി സഖാക്കൾ സമ്മേളനങ്ങൾക്കകത്തും അതോടൊപ്പം തന്നെ പാർട്ടി ഘടകങ്ങൾക്കകത്തും അയാളെ ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇല്ലെങ്കിൽ ആ പാർട്ടിക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബേബി എന്ന് പറയുന്ന ഒരാളെ വെച്ച് ഒരു സ്ട്രൈക്കറാക്കി വെച്ച് പിന്നെ മിസ്റ്റർ വിജയൻ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഗോവിന്ദനിലൂടെ നടത്തുക എന്നല്ലുണ്ടായിരിക്കുന്ന ചിന്ത അങ്ങേയറ്റം ആത്മഹത്യാപരമായിരിക്കുന്ന ഒരു സംഭവമായിരിക്കും. ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഇവരെ പോകാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ത് എന്നുള്ളതാണ് ചോദ്യം. മൂന്നാമത്തെ വിഷയം അതാണ്. ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ഈ പാർട്ടിയെ കഴിഞ്ഞ 25 വർഷക്കാലമായി സമ്പൂർണമായ നാശത്തിലേക്ക് നയിച്ചതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് എന്തുകൊണ്ട് കേരളത്തിനകത്ത് നിന്ന് എണ്ണം പറഞ്ഞിരിക്കുന്ന ഒരു കേഡറെ നിങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്തേക്കോ സെൻട്രൽ കമ്മിറ്റിക്കോ പറഞ്ഞേക്കാൻ സാധ്യമായില്ല. ഇതാണ് ഇതിന്റെ ബേസിക് ആയിരിക്കുന്ന ചോദ്യം. എത്രയോ പ്രഗത്ഭരായിരിക്കുന്ന ആളുകൾ സെൻട്രൽ കമ്മിറ്റി ഇരിക്കാൻ യോഗ്യതയും കഴിവും അർഹതയും പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന അവബോധവും ധാരണയുമുള്ള ആളുകൾ അവരെല്ലാം തന്നെ പുറത്താണ്. എന്നിട്ടോ ഉറുപ്പിയുടെ വിവരം പോലും ഇല്ലാത്ത ആളുകൾ സെൻട്രൽ കമ്മിറ്റിയിൽ ഇരുന്നങ്ങ് വിരാജിക്കുകയാണ്. ഇവർക്ക് ഏക ഡ്യൂട്ടി എന്താണ്? ഒറ്റ ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. ഇയാൾക്ക് അല്ലേലൂയ പാടൽ മാത്രമേ, വേറെ ഒരു പണിയുമില്ല. ഇതിന്റെ ഫലം എന്താണ്? ഇതിന്റെ ഫലം പാർട്ടി പ്രത്യയശാസ്ത്രപരമായി സമ്പൂർണ്ണമായി ദുർബലമാക്കപ്പെട്ടു, സംഘടനാപരമായി അത് ശിഥിലീകരണത്തിന്റെ വഴിയിലേക്ക് പോയി. ഈ രണ്ട് രീതിയിൽ, അതായത് പ്രത്യയശാസ്ത്രപരമായ ഒരു പാർട്ടിക്ക് പിന്നെ അപഭ്രംശം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് നിലയുറപ്പിക്കുക, രാഷ്ട്രീയമായി നിലനിർപ്പിക്കുക സാധ്യമല്ല. അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് ഇതിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമം നടക്കുന്ന ഘട്ടത്തിലാണ് സീതാറാം യെച്ചൂരിയുടെ പിന്നെ അവിചാരിതമായിരിക്കുന്ന മരണം അല്ലെങ്കിൽ വേർപാടുണ്ടായി എന്നത് സത്യത്തിൽ ആ പാർട്ടിക്കകത്ത് ഗുരുതരമായിരിക്കുന്ന വെല്ലുവിളിക്ക്, പ്രത്യയശാസ്ത്രപരമായ വെല്ലുവിളി ആ പാർട്ടിക്കകത്ത് ഉയർത്തില്ല. കാരണം സീതാറാം യെച്ചൂരി ഉയർത്തിയിരിക്കുന്ന ആ പൊളിറ്റിക്കൽ ലൈനിന് വിരുദ്ധമായ ഒരു ലൈനും ഇന്ത്യയിൽ പ്രയോഗത്തിൽ വരുത്തുക സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ ഇയാളുടെ പക്ഷത്ത് നിന്നോ ഇയാളുടെ നീക്കത്തിലൂടെയോ വരാവുന്ന ഏത് കരുനീക്കത്തെയും സ്വാഭാവികമായും പാർട്ടി സംഘടനക്കകത്തും ജനങ്ങളും അതിനെ ചെറുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് മിസ്റ്റർ നമ്പ്യാറിന്റെ ഖണ്ഡിതമായിരിക്കുന്ന അഭിപ്രായം. ഇതാണ് എൻ്റെ ആദ്യ വാദം എനിക്ക് പറയാനുള്ളത്. യെസ്, ഡോക്ടർ ജയരാജ്, പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കേരളത്തിൽ നിന്ന് അവകാശവാദം ക്ലെയിം ഉണ്ടാകുമോ? ഇപ്പോൾ ശ്രീ പാട്യാല ഷാജി പറഞ്ഞത്, അതായത് പിണറായി വിജയൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ ഗോവിന്ദൻ വഴി MA ബേബിയെ അവരോധിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന രീതിയിലാണ്, അതിൻ്റെ ഒരു ചില സൂചനകളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ MA ബേബി പിണറായിക്ക് അനഭിമതനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പിണറായിക്ക് എതിരെ ഒരു പടയൊരുക്കം പാർട്ടിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി, അവിടെ വിമർശനങ്ങൾ, ആ കുന്തമുന അത് നീളുന്നത് പിണറായിയിലേക്കാണ്. പിണറായിയുടെ മരുമകൻ
മുഹമ്മദ് റിയാസിലേക്കാണ് വളരെ സജീവമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല ഈ PV അൻവർ ഉന്നയിച്ച ചില ആക്ഷേപങ്ങളുണ്ടല്ലോ, P ശശിക്കും ADGP MR അജിത് കുമാറിനും എതിരെ, അതുവഴി പിണറായിയിലേക്ക് അത് എത്തി നിൽക്കുന്നു, വിമർശനങ്ങൾ എത്തി നിൽക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു പിണറായി വിരുദ്ധ ചേരി പാർട്ടിയിൽ രൂപം കൊള്ളുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഇതിനകത്ത് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീതാരാം യെച്ചൂരി മരിച്ചിട്ട് ഇന്നിപ്പോൾ 2 ദിവസമായിട്ടേ ഉള്ളൂ. ഇന്ന് ഭൗതിക ശരീരം നമ്മുടെ എയിംസിന് വിട്ടുകൊടുക്കുകയുണ്ടായി. അതിനെ തുടർന്ന് സാധാരണ ഒരു പാർട്ടിയിൽ ഒരു ഘടകത്തിൽ, ബ്രാഞ്ച് ഘടകത്തിൽ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്ഹോക് കമ്മിറ്റി, ഒരു അഡ്ഹോക് സെക്രട്ടറി എടുക്കും, ആ ഒരു അഡ്ഹോക് സംവിധാനം ഏർപ്പെടുത്തും. അതിനുശേഷം കുറച്ച് നാൾ ഒരു ആക്ടിങ് സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ഇൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടാവുകയും അതിനുശേഷം സമ്മേളനങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സമ്മേളനങ്ങൾ അടുത്താണെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ അവൈലബിൾ PB കൂടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഫുൾ കോറം കൂടുകയാണെങ്കിൽ തന്നെയും സാധാരണഗതിയിൽ ജനാധിപത്യമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പാർട്ടി സമ്മേളനങ്ങളിലൂടെ തിരഞ്ഞെടുത്ത് വരിക എന്നുള്ള രീതിയാണ് അവലംബിക്കുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ അധികം പേരുകൾ, ഇപ്പം വൃന്ദാകാരൻ്റെ പേര്, അത് തികച്ചും സ്വാഗതനീയമായൊരു പേരാണ്. കാര്യം എനിക്കും വളരെ താല്പര്യമുള്ള ഒരാളാണ് ശ്രീമതി വൃന്ദാകാരാട്ട്. വൃന്ദാകാരാട്ടിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഡൽഹി പൊളിറ്റിക്സ് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ, പിന്നെ മറ്റ് മീഡിയയൊക്കെ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ, പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാൾ, സ്ത്രീ തന്നെയാണ്. അപ്പോൾ അങ്ങനെ സ്ത്രീകൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം, പൊതുവിമർശനത്തിനെതിരെ ഒരു തടയിടാനും അതൊക്കെ പറ്റും. അങ്ങനെ പക്ഷേ വൃന്ദാകാരാട്ടിന് 75 വയസ്സിന് മുകളിലായി എന്നാണ് എനിക്കറിയുന്നത്. പണ്ട് ഈ 75 വയസ്സെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിലൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ SRP ഒക്കെ അവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം അവസാനിപ്പിക്കുക പോലെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ടാകും. മണിക് സർക്കാരും നല്ല കാൻഡിഡേറ്റ് തന്നെയാണ്, ഇതിനകത്ത് പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി ആവാൻ യോജിച്ച ആൾ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിത രീതി, അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിത രീതി, ത്രിപുരയിൽ അധികാരം നഷ്ടപ്പെട്ടു പോയെങ്കിലും അദ്ദേഹം പിന്തുടരുന്ന ചില രീതികളുണ്ട്. ഒറ്റമുറിയിൽ കഴിയുക, അല്ലെങ്കിൽ മിനിമം സംവിധാനങ്ങൾ മാത്രം ഉപയോഗിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പഴയകാല, നമ്മൾ പറയത്തില്ലേ M സുകുമാരൻ്റെ നോവലിലൊക്കെ പറയുന്നതൊക്കെ റൊമാൻറ്റിക് റവല്യൂഷണറി എന്നൊക്കെ പറയാൻ പറ്റുന്ന, റവല്യൂഷണറീസ് എല്ലാം റൊമാൻറ്റിക് തന്നെയാണ്. അപ്പൊ കാൽപ്പനികമായ മണിക് സർക്കാരിനെ പോലെയാണ് എന്ന് താങ്കൾ, അത് താങ്കൾക്കറിയാം, താങ്കളെ പോലുള്ള എത്ര കമ്മ്യൂണിസ്റ്റുകൾക്ക് അതറിയാം എന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല, അങ്ങനെയുള്ളവരും ഉണ്ട് പലതരത്തിൽ. ഒരു പാർട്ടി ആകുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള സ്വഭാവമുള്ള, ഇപ്പൊ അന്യവർഗ ചിന്താഗതി ബാധിച്ചവർ എല്ലാ പാർട്ടിയിലും ഉണ്ട്. വർഗ സമരത്തിൽ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ആളുകൾ, അന്യവർഗ ചിന്താഗതി ബാധിച്ച ധാരാളം ആളുകളുണ്ട്. അടിമുടി മുടി വരെ അത്തരം പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അതിപ്പോൾ നമ്മൾ പ്രദേശത്തെ ഒരു പാർട്ടി മെമ്പറെ എടുത്ത് വെച്ച് നോക്കിയാലും അത് അങ്ങേയറ്റം മേലെ പോളിറ്റ് ബ്യൂറോയിൽ ചെന്നാലും ഈ ഒരു ക്യാൻസറസ് ആണ്. കാര്യം നമ്മൾ ഇടപെടുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ, ആ സമൂഹമൊന്നും അത്ര നല്ല സമൂഹമൊന്നും അല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുണ്ടാകാത്ത ചീത്ത വശങ്ങളും നല്ല വശങ്ങളും ഒക്കെ ഇതിനകത്ത് ബാധിക്കും. പിന്നെ കേരളത്തിൽ നിന്ന് സഖാവ് എം എ ബേബി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. MA ബേബി ഡൽഹി നല്ല സ്വാധീനമുള്ള ആളാണ്, കുറേ വർഷം ഡൽഹി സെൻറ്ററായിട്ട് നിന്നതാണ്. ഇടയ്ക്ക് വെച്ച് കുറേ കൾച്ചറൽ ഇനീഷ്യേറ്റീവായിട്ട് കുറച്ചൊന്ന് മാറിപ്പോയി എന്നുള്ളതല്ലാതെ പിന്നെ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇടപെടലുകളൊന്നും ശ്രീ MA ബേബി നടത്തുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. MA ബേബിയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടത്തുന്നില്ല എന്നുള്ളതാണോ അതോ നടത്താൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണോ? ഡോക്ടർ ജയരാജ്, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. എന്തായാലും ഒരു അതൃപ്തിയുള്ള വലിയൊരു വിഭാഗം പാർട്ടിയിലില്ലേ ഇന്ന്? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, അതൃപ്തി ഉണ്ടാവും, ആശയവൈരാഗ്യങ്ങളുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അഭിപ്രായം ഉണ്ടെങ്കിലല്ലേ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ടാവും. ഇപ്പം ശ്രീ പാണ്ഡ്യാല ഷാജിയെ പോലെ, പാണ്ഡ്യാല ഷാജി ഒന്നും ഒരിക്കലും ഒരു ഇടത് വിരുദ്ധനായിട്ടൊന്നും എനിക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹം ഇടത് സൈദ്ധാന്തികൻ എന്ന് തന്നെയാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതിനെ റെക്ടിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ്, അല്ലാതെ ശത്രുപക്ഷത്തൊന്നും ആരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളൊന്നും അല്ല അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വന്നതിനകത്ത്, അങ്ങേര് അദ്ദേഹം പറഞ്ഞതിനകത്ത് ക്രിയാത്മകമായ കാര്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് എല്ലാ ആളുകളുടെയും
കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങളിൽ നല്ലതും ചീത്തതും മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെയാണ്, മുഖവിലയ്ക്ക് മാത്രമല്ല ചിലപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാ പാർട്ടി സഭകളും മുന്നോട്ട് പോകുന്നത്. അതാണല്ലോ വിമർശനവും സ്വയം വിമർശനവും ഉണ്ടല്ലോ, തിരുത്തൽ പ്രക്രിയയുടെ ഭാഗം അതാണല്ലോ. അങ്ങനെയാണല്ലോ പാർട്ടി ഭരണഘടന നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതല്ല ഈ ഈ അപ്പക്കാലിപ്സ് എന്നൊക്കെ പറയുന്ന കണക്കല്ല എല്ലാം നാശം, സർവനാശം 25 വർഷത്തെ ആയിട്ട് സർവനാശത്തിലായിട്ട് പോവുകയാണെന്നൊക്കെ പറയുന്ന വാദഗതിയോട്, കാര്യം എപ്പോഴും നമ്മൾ ഹോപ്പ് എന്ന് പറഞ്ഞൊരു സാധനമല്ലേ മുന്നോട്ട് നയിക്കുന്നത്. നന്നായി വരും, നന്നാവും, അങ്ങനെ അങ്ങ് നശിച്ചു പോകാൻ, അങ്ങനെ നശിച്ചു പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇതിന് വേറെ ആൾട്ടർനേറ്റീവ് എവിടെ ഉണ്ടെന്നൊക്കെ ഉള്ള ചോദ്യം വരും. അല്ലെങ്കിൽ ഇത് പോയാൽ എന്തായിരിക്കും ഇവിടുത്തെ ജനങ്ങളുടെ സ്ഥിതി? ഇപ്പൊ സോക്കോൾഡ് ഇപ്പൊ നമ്മളിപ്പം ഇവിടുന്ന് കുറെ ആളുകൾ മാവോയെ കാണാനായിട്ട് പോയിരുന്നു, ഇവിടുത്തെ പഴയ നക്സലുകളെന്ന് അവകാശപ്പെടുന്ന നക്സലുകളായിട്ടുള്ളവർ തന്നെ. അപ്പൊ മാവോ പറഞ്ഞ നിങ്ങളുടെ രാജ്യത്ത് ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽപ്പുണ്ടല്ലോ, അപ്പൊ അതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യൂ. ഞങ്ങളുടെ രാജ്യത്ത് ജനാധിപത്യം ഇല്ല, അതുകൊണ്ടായിരുന്നു അവിടെ റവല്യൂഷൻ വേണ്ടി വന്നതെന്നാണ് മാവോ അന്ന് പറഞ്ഞത്. ആ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീട് വേണു അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജനാധിപത്യ സങ്കല്പമൊക്കെ രചിച്ചതും. അങ്ങനെ പല തരത്തിലുള്ള രാഷ്ട്രീയ ചിന്തകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അത് കാരണം ഇതൊരു സംവാദത്തിന്റെ വേദിയാണല്ലോ, അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള വേദിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആശയം ഇപ്പം തീസിസ് ആൻഡ് ആന്റി തീസിസ് ചെല്ലുമ്പോഴാണല്ലോ സിന്തസിസ് ഉണ്ടാകുന്നത്. അങ്ങനെ സിന്തസൈസ്ഡ് ഓരോ കാലത്തിനും ഓരോ കാലങ്ങൾ അർഹിക്കുന്ന, ഓരോ നാടിനും അവർ അർഹിക്കുന്ന ലീഡേഴ്സ് വരും എന്നൊക്കെ പറഞ്ഞ കണക്കോലെ അത് മാറിയും തിരിഞ്ഞിരിക്കും. അത് ഇന്ന രൂപത്തിൽ മാത്രമേ വരാൻ പാടുള്ളൂ എന്നൊന്നും നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല. അത് മാറുന്ന സമൂഹത്തിനനുസരിച്ച്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന SFIയുടെ സ്വഭാവമല്ല ഇന്നത്തെ SFIയുടെ സ്വഭാവം. എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത്, പ്രവർത്തിക്കുന്ന സമയത്ത് ഉദാത്തമായിരുന്നെന്നും ഇപ്പം അധമമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. മാറുന്ന കാലങ്ങൾ, മാറുന്ന സമീപനങ്ങൾ, പുതിയ തലമുറ വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, അതനുസരിച്ചുള്ള യുദ്ധതന്ത്രങ്ങൾ, അതിനനുസരിച്ചുള്ള ഈവൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടുള്ള വാർഫെയർ. അപ്പൊ ഇതെല്ലാം സമീപകാല യാഥാർത്ഥ്യങ്ങളാണ്. അതിൽ നിന്ന് നമ്മൾ മാറി നിന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വെറും വരട്ടു തത്വവാദികളായി പോകുന്നുള്ളത് കൊണ്ടാണ്. വരട്ടു തത്വവാദം മാത്രം പോരല്ലോ, ഇതിനകത്ത് സമീപനമുണ്ട്. ഇത് ജനങ്ങളുമായിട്ട് ചില രീതികളുണ്ട്. എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്, അതായത് ഈ പാർട്ടിയിൽ, അതായത് VS അച്യുതാനന്ദൻ, അദ്ദേഹം അനാരോഗ്യം കാരണം അദ്ദേഹം വിശ്രമത്തിൽ ആണ് ഇപ്പോൾ. അതിനുശേഷം ഇപ്പോൾ വിഭാഗീയത വീണ്ടും തലപൊക്കുന്നു, അല്ലെ സജീവമാകുന്നു. അങ്ങനെ ഒരു ചിന്താഗതി ഇടത് സഹയാത്രികൻ എന്ന രീതിയിൽ താങ്കൾക്കുണ്ടോ? വിഭാഗീയതയെന്ന് നമുക്കതിനെ പറയാൻ പറ്റില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരുണ്ട്, എപ്പോഴും വ്യത്യസ്ത വീക്ഷണകോണുകളുള്ളവരുണ്ട്. അപ്പൊ അതിനെ നമുക്ക് വിഭാഗീയതയൊക്കെ ശക്തമായിരുന്നത് CITU പക്ഷം അല്ലെങ്കിൽ അച്യുതാനന്ദൻ പക്ഷം എന്നൊക്കെ പറഞ്ഞ കാലത്ത് വിഭാഗീയത ഉണ്ടായിരുന്നെന്ന് പറയാം. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ഇപ്പം മുഴുവൻ ഒരു രീതിയിലാണ്, ഒരേ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വിഭാഗീയത ഉയർത്താൻ വേണ്ടി കഴിവുള്ള അല്ലെ അത്രയധികം സ്വന്തം സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതെ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. അതിനുള്ള ഗട്സുള്ള ആരും ഇല്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ. അങ്ങനെ ഉള്ളവരാരും വന്നിട്ടുമില്ല. നേരത്തെ പാണ്ഡ്യലക്ഷ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയുള്ള ആളുകളൊക്കെ നേരത്തെ പുറത്തു പോയി കഴിഞ്ഞിരുന്നു. അവരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. പല ആളുകൾ, ഒരുപാട് നേതാക്കന്മാരെ, VB ചെറിയാൻ, അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, KN രവീന്ദ്രനാഥ്, O ഭരതൻ, C കണ്ണൻ, ഇങ്ങനെ ഒട്ടനവധി നേതാക്കന്മാരെ വെട്ടി അരിഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വാസ്തവമാണ്. ഈവൻ വിജയമാഷിനെ വരെ കൈകാര്യം ചെയ്ത രീതി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. വിജയനൊക്കെയാണ് എഡിറ്ററായിരുന്നത് വിജയമാഷ്. അല്ല, അങ്ങനെയല്ല. അതൊരു ഘട്ടത്തിലുണ്ടാവുന്ന പതനങ്ങളാണ്. ആ പതനത്തിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടു. നേതാക്കന്മാരില്ലാതെ വരുമ്പോഴാണല്ലോ അത്തരം പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത്. പുതിയ തലമുറയിൽ നല്ല കാമ്പുള്ള യുവാക്കൾ ഇല്ലാതെ വരുമ്പോഴാണ് യുവാക്കളെ കുറിച്ച് നമ്മൾ ആകുലരാവുന്നത്. ഉണ്ടായ വെട്ടിനിരത്തലുകളും ഭയന്ന് അങ്ങനെ ഒരു ഉദ്യമത്തിന് MV ഗോവിന്ദനെ പോലുള്ളവർ തയ്യാറാവില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ തയ്യാറാവുന്നില്ല, അല്ലേ? അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഭയപ്പെടേണ്ടുന്ന കാര്യം ഇത് ഭീകര സംഘടനയൊന്നും അല്ലല്ലോ. ഈ പറഞ്ഞ കണക്കല്ല വെട്ടിക്കൊല്ലുന്നോ തല്ലിക്കൊല്ലുന്നോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുമെന്നോ അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് അവനവന്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഫൈറ്റ് ഇപ്പോഴും നടക്കും. അങ്ങനെയുള്ളവരാരും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും അവരവരുടെ പൊസിഷൻസ് വലുതാണ്, അതുകൊണ്ട് തന്നെ അവർ അത് തന്നെ അനുസരിച്ച് നിൽക്കുകയും ചെയ്യും. ശ്രീകുമാർ, യെച്ചൂരിയുടെ ഒഴിവിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഒരു മലയാളി വരാൻ ആ താല്പര്യം കേരള ഘടകത്തിലുള്ളവർക്ക് സ്വാഭാവികമായി ഉണ്ടാകില്ലേ? അവിടെ MA ബേബിക്ക്
പിണറായിയുടെ പിന്തുണ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് താങ്കളുടെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ പാണ്ഡ്യാല ഷാജി ആ ലൈനിലാണ് സംസാരിച്ചത്. ഗോവിന്ദൻ വഴി അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തും എന്നുള്ളതാണ്. എന്തായാലും പിണറായി എന്തായാലും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവില്ല. അങ്ങനെ ഒരു ഓഫർ വന്നു കഴിഞ്ഞാലും അദ്ദേഹം സ്വീകരിക്കില്ല. പക്ഷേ എങ്കിലും ചില പുതിയ സമവാക്യങ്ങൾ പാർട്ടി കേരള ഘടകത്തിൽ ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ പുരോഗമിക്കുകയാണല്ലോ. സമീപകാല സംഭവങ്ങൾ അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? നോക്കൂ ശ്രീ നമ്പ്യാർ, നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് സീതാറാം യെച്ചൂരിക്ക് ഒരു ദേശീയ കാഴ്ചപ്പാടുള്ള CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇത് 2004 മുതൽ കണ്ടുവരുന്നതാണ്. കാരണം അന്ന് ഹർകിഷൻ സിംഗ് സുർജിത്ത് ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയം മുതൽ ഇങ്ങോട്ട് സുർജിത്തിന് ശേഷം വന്ന പ്രകാശ് കാരാട്ടാണെങ്കിലും അതുപോലെ ഇപ്പോൾ യെച്ചൂരി ആണെങ്കിലും ഒക്കെ അവർക്കുണ്ടായിരുന്ന പ്രകാശ് കാരാട്ടിന് അതിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു മലയാളി ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ദേശീയ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ CPM ഇപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കക്ഷിയാണ്, ഒരു ഭരണകക്ഷിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒരാളെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാകില്ല. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കണം. ഇപ്പോൾ സീതാറാം യെച്ചൂരി വളരെ തന്ത്രപൂർവ്വം മാത്രമല്ല, അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായിട്ടും സോണിയാഗാന്ധിയുമായിട്ടും കോൺഗ്രസ് നേതാക്കളുമായിട്ടും വളരെ അടുപ്പം പുലർത്തി ഇന്ത്യ മുന്നണിയെ നയിച്ചവരിൽ പ്രമുഖരാണ്. അതുപോലെ ഇന്ത്യ മുന്നണിയെ നയിക്കാൻ കേരളത്തിൽ നിന്നൊരാൾ പോയാൽ അത് പ്രായോഗികമാകുമെന്ന് ശങ്കയുണ്ട്. കാരണം അവിടെ കോൺഗ്രസിനെ പിന്താങ്ങണം. അപ്പോൾ ഇവിടെ കോൺഗ്രസിനെ വന്നിട്ട് എതിർക്കാൻ പറ്റുമോ? അപ്പോൾ MA ബേബിയെ പോലുള്ള ഒരാളൊക്കെ ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ കേരളത്തിൽ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് വേറൊരു ഉത്തരം പറയേണ്ടി വരും. നേരെ മറിച്ച് യെച്ചൂരി അങ്ങനെ ആയിരുന്നില്ല. യെച്ചൂരി കേരളത്തിൽ വരുമ്പോഴും അദ്ദേഹം കേരള ഗവൺമെൻറ്റിനെ പിന്തുണച്ചിട്ടോ കേരള CPM-നെ തഴുകിക്കൊണ്ടോ അദ്ദേഹം ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നില്ല. ഈ വയനാട് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മളത് കണ്ടതാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ യെച്ചൂരി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം തൻ്റെ രാഷ്ട്രീയമാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രായോഗികവാദം യെച്ചൂരി കൊണ്ടുവന്നത് കേരളം അംഗീകരിക്കുകയാണെങ്കിൽ കേരളത്തിന് CPM-ൻ്റെ നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് ഒരാൾ ജനറൽ സെക്രട്ടറി ആവുകയാണെങ്കിൽ അത് പാർട്ടി വലിയ ദുരിതത്തിലേക്ക് അകപ്പെടും. കാരണം എന്താ വെച്ചാൽ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളം, ബംഗാൾ, ത്രിപുര പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കുറേശ്ശേ ഉള്ളൂ. അപ്പോൾ കേരള ഭരണമാണ് അവർക്ക് വളരെ പ്രധാനം. ത്രിപുരയിലും ബംഗാളിലും ഒന്നും ഇനി അവർക്ക് നോട്ടം ഉണ്ടാവില്ല. അപ്പോൾ കേരള ഭരണം നിലനിർത്തണമെങ്കിൽ മുഖ്യശത്രുവായ കോൺഗ്രസിനെ എതിർക്കണമെങ്കിൽ ദേശീയ തലത്തിൽ ഇവിടുന്ന് ഒരാൾ ജനറൽ സെക്രട്ടറി ആയാലത് അവർക്ക് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അതിന് ശ്രമിക്കാൻ സാധ്യതയില്ല. പിന്നെയിപ്പോൾ ശ്രമിച്ചാൽ തന്നെയും അദ്ദേഹം കേരളത്തിൽ നിന്ന് വിട്ടുമാറി ഒരു ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് ചുരുങ്ങേണ്ടി വരും. അതൊക്കെ പ്രാവർത്തികമാകുമോ എന്ന് എനിക്ക് ശങ്കയുണ്ട്. കാരണം ഇവിടെ ഗോവിന്ദൻ ഗ്രൂപ്പ് എന്ന് ചോദിച്ചപ്പോൾ ശ്രീ ജയരാജ് സാർ പറഞ്ഞത് അതിന് സാധ്യതയില്ലെന്നാണ്. പക്ഷെ നോക്കൂ, ഇവിടെ ഗോവിന്ദൻ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഗോവിന്ദൻ മാഷ് പറഞ്ഞതിനെ കഴിഞ്ഞ ദിവസം TP രാമകൃഷ്ണൻ തിരുത്തിയത് നമ്മൾ കണ്ടു. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ വാർത്താലേഖകർ ചോദിച്ചു സംഘടനാപരമായ നടപടിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞു സംഘടനാപരമായ നടപടി അല്ല എന്ന് പറഞ്ഞു. മിനിങ്ങാന്ന് TP രാമകൃഷ്ണൻ LDF യോഗശേഷം വാർത്താലേഖകരെ കണ്ടപ്പോൾ വാർത്താലേഖകർ ചോദിച്ചു EP ജയരാജൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ TP രാമകൃഷ്ണൻ പറഞ്ഞു സംഘടനാപരമായ നടപടി എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദൻ മാഷ് അവിടെ പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷ് അവിടെ തിരുത്തപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഗോവിന്ദൻ മാഷെ അനുകൂലിക്കുന്നതിനും പ്രതികൂലിക്കുന്നതിനും ഈ സംഘടന ഉണ്ടെന്ന് വ്യക്തമാണ്. അതെന്തായാലും കേരള CPM-ൽ ചേരിതിരിവ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അങ്ങനെ ചേരിതിരിവ് വരണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വിഭാഗീയത ഉണ്ടായപ്പോഴാണ് ശ്രീ പാണ്ഡ്യാല ഷാജിക്കൊക്കെ അറിയാൻ പറ്റുന്നത്. വിഭാഗീയത ഉണ്ടായപ്പോഴാണ് CPM-ൽ കുറച്ചെങ്കിലും ഒരു അച്ചടക്കം വന്നത്. കാരണം ചോദ്യം ചെയ്യാൻ ആരെങ്കിലും VS എങ്കിലും ഉണ്ടായിരുന്നു, പിന്നീട് ആരും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് തൽക്കാലം അതൊരു വലിയ ചർച്ചയിലേക്ക് കേരളം പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഒരു അവസ്ഥ അവർക്ക് നേരിടാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ പിണറായി ഗവൺമെൻറ്റിനെതിരെ പാർട്ടിയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് ഇപ്പോൾ ഹരിയാനയിൽ പോയിട്ട് അവിടെ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ CPM മത്സരിക്കുകയാണ്. അവിടെ പോയി പ്രസംഗിക്കുമ്പോൾ കേരളത്തിൽ വന്നിട്ട് കേരള ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞാൽ അതൊരു വളരെ മോശമായൊരു രാഷ്ട്രീയമാവില്ലേ? അപ്പോൾ അതുകൊണ്ട് സാധ്യത കുറവാണ്. തൽക്കാലം അവരുടെ പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം അനുസരിച്ചിട്ടൊരു താൽക്കാലികമായിട്ടൊരു അഡ്വോക്ക് സെക്രട്ടറിയെ വെച്ചിട്ട്
അത് മുന്നോട്ട് പോകുമായിരിക്കും. അതിപ്പോൾ ഏതെങ്കിലും എനിക്ക് തോന്നുന്നത് ഏറ്റവും മുതിർന്ന ഒരു നേതാവുണ്ട് ആന്ധ്രയിലുണ്ട്, ബി വി രാഘവലു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹമുണ്ട്, അതുപോലെ മണിക് സർക്കാരുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ബൃന്ദ കാരാട്ടുണ്ട്, ഇങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ മുഹമ്മദ് സലീമുണ്ട് ബംഗാളിൽ നിന്ന്. ഇപ്പോൾ ഒരു പാർട്ടി കുറേ കാലമായിട്ട് ഇപ്പം ഹർകിഷൻ സിംഗ്, EMS, പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി എന്നിവയിലൊക്കെ ഒതുങ്ങി നിൽക്കുകയല്ലേ. അപ്പോൾ അത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് വേറൊരു ശൈലിയിലേക്ക് അദ്ദേഹം ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളെ ജനറൽ സെക്രട്ടറി ആക്കാനുള്ള താല്പര്യമൊക്കെ ചിലപ്പോൾ പാർട്ടിക്ക് വന്നേക്കാം താൽക്കാലികമായിട്ട്. അപ്പോൾ അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ എങ്ങനെയെങ്കിലുമൊക്കെ ഉന്തിത്തള്ളി പോകണമെന്നായിരിക്കും ആഗ്രഹം. കാരണം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1-1.5 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം വേണമെങ്കിൽ ശ്രീ നമ്പ്യാർ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്നൊരാളെ ജനറൽ സെക്രട്ടറി ആക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം EMSന് ശേഷം എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ജനറൽ സെക്രട്ടറി ഉണ്ടായില്ല എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ സീതാറാം യെച്ചൂരിയെ തന്നെ മാറ്റാനായിട്ട് ശ്രമിച്ചല്ലോ, വിശാഖപട്ടണത്തിലായാലും ഒക്കെ ശ്രമിച്ചു. അദ്ദേഹം അതൊക്കെ നേരിട്ട് വന്ന എന്തുകൊണ്ടാണ്? സൂർജയകാന്ത് മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബംഗാളിലെ വലിയൊരു ഘടകം അദ്ദേഹത്തെ പിന്താങ്ങിക്കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കേരളത്തിലെ നേതാക്കൾക്ക് അവരിൽ നിന്നൊരാളെ ജനറൽ സെക്രട്ടറി ആക്കിയാൽ ഈ പാർട്ടി എങ്ങനെയാണ് ആ ജനറൽ സെക്രട്ടറി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? കാരണം കേരളത്തിൽ വന്നിട്ട് പിണറായി ഗവൺമെൻറ്റിനെതിരെ BD സതീശനും കൂട്ടരും പ്രസംഗിക്കുമ്പോൾ സതീശനെ തള്ളിപ്പറഞ്ഞിട്ട് ഹരിയാനയെ പോയിട്ട് തിരിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ? യെച്ചൂരിക്ക് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വന്നിട്ടില്ല. യെച്ചൂരി കേരളത്തിൽ വന്നാൽ തന്നെ അദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ അതുപോലെ ദേശീയ നേതാക്കളൊക്കെ വന്ന് കേരളത്തിൽ വന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ വന്ന് പ്രസംഗിക്കുമ്പോൾ കേരളത്തിലെ അവരുടെ സഖ്യകക്ഷിയാണ് ഭരിക്കുന്നതെങ്കിൽ അങ്ങനെ കുറ്റം പറയാറില്ല. അതുപോലെ തന്നെയായിരുന്നു യെച്ചൂരിയും. അതുപോലെ തന്നെയായിരുന്നു ദേശീയ കാഴ്ചപ്പാടുണ്ട്. ആ ദേശീയ കാഴ്ചപ്പാട് ഇവർക്ക് ആർക്കുമില്ല, കേരളത്തിലെ നേതാക്കൾക്ക് ഇപ്പോൾ ആർക്കും. വർത്തമാനകാലത്ത് 2 തോണിയിൽ കാലുവെക്കുന്നത് അത് പ്രയാസകരമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, അങ്ങനെയല്ല. അതായത് 2 തോണിയിൽ കാല് വയ്ക്കാന്നുള്ളതല്ലോ. കാരണം ജനങ്ങൾക്ക് മുമ്പിൽ അവർക്ക് അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം കേരളത്തിലെ നേതാക്കൾ ഇപ്പം സീതാറാം യെച്ചൂരി അദ്ദേഹം ഒരു ആന്ധ്രാപ്രദേശുകാരനായതുകൊണ്ടും അദ്ദേഹത്തിന് കേരളം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ദേശീയ തലത്തിലും കാഴ്ചപ്പാടുണ്ടായിരുന്നു. കോൺഗ്രസ് ഇല്ലാതെ ഇടതുപക്ഷം ഇല്ല എന്ന് പറഞ്ഞ ഒരാളാണ് യെച്ചൂരി. കേരളത്തിലുള്ള നേതാക്കൾ പറഞ്ഞ എന്താണ്? CPM ഇല്ലാതെ ഇടതുപക്ഷം ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസ് ഇല്ലാതെ ഇടതുപക്ഷം ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ല എന്ന് കരുതിയ ഒരാളാണ് യെച്ചൂരി. അപ്പോൾ ആ യെച്ചൂരിയുടെ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം പോകാൻ ഇപ്പോഴത്തെ നേതാക്കൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കുരിശൊക്കെ എടുത്ത് തലയിൽ വെക്കണോ എന്ന് MA ബേബിയൊക്കെ ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കും. പക്ഷേ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള വലിയൊരു പദമാണ്. ആ പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് അറിയില്ല. കാരണം EMSന് ഈ ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല. കാരണം EMSൻ്റെ കാലത്ത് കോൺഗ്രസ് കേന്ദ്രം ശക്തമായി ഭരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വന്നിട്ട് കോൺഗ്രസിനെ പരമാവധി അദ്ദേഹത്തിനെ എതിർത്ത് വിമർശിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. മാത്രമല്ല അക്കാലത്ത് ദേശീയ തലത്തിൽ ജനസംഘമാണെങ്കിലും അതുപോലെ മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളാണെങ്കിലും ജനതാ പാർട്ടി ആണെങ്കിലും അവിടെ അത്താഴ വിരുന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ VP സിംഗിന്റെ കാലത്ത്. അപ്പോൾ EMSനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസ് വിരുദ്ധ മനോഭാവം എക്കാലത്തും എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഹർകിഷൻ സിംഗ് സൂർജിത്ത് വന്നതോടുകൂടി സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം കൂടുകയും നിങ്ങൾക്കറിയാമല്ലോ, നായനാര് ഭരിക്കുന്ന കാലത്ത് നമ്മുടെ കേരളത്തിൽ വന്ന ഗവർണർ സുഖ്ദേവ് സിംഗ് കാങ്ങാണ്. അപ്പോൾ ഈ സുഖ്ദേവ് സിംഗ് കാങ് കേരളത്തിൽ വരാൻ കാരണം ഹർകിഷൻ്റെ ഒരു താല്പര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വിഷയത്തിലേക്കൊക്കെ വന്ന് പിന്നെ പ്രകാശ് കാരാട്ട് അദ്ദേഹം മലയാളിയാണെങ്കിലും നിങ്ങൾ നോക്കൂ, പ്രകാശ് കാരാട്ടിൻ്റെ കാലത്ത് ഇതുപോലെ യെച്ചൂരിയെപ്പോലുള്ളൊരു കോൺഗ്രസ് അനുകൂല മനോഭാവം അദ്ദേഹം കാര്യമായി പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ യെച്ചൂരി അങ്ങനെയല്ല. യെച്ചൂരി ഇന്ത്യ മുന്നേ ഉണ്ടാക്കിയത് മാത്രമല്ല ഗാന്ധി കുടുംബവുമായിട്ട് വളരെ അടുത്തിടപഴകി, രാഹുൽ ഗാന്ധിയുമായിട്ട് വളരെ സൗഹൃദ ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പാർട്ടിക്ക് കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ടാണ് യെച്ചൂരി മരിച്ചപ്പോൾ കോൺഗ്രസ് കാര്യമായ ദുഃഖം രേഖപ്പെടുത്തുകയും അവർ കോൺഗ്രസ് യെച്ചൂരി മരിച്ചത് വലിയ അവർക്കൊരു വിഷാദമുണ്ട് എന്ന് അവരുടെ ശൈലിയും പ്രസംഗവും അഭിപ്രായങ്ങളും അനുശോചനവും ഒക്കെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിലനിർത്തിപ്പോയാൽ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് പ്രസക്തി ഉണ്ടാവുള്ളൂ. ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി നഷ്ടപ്പെടുത്താൻ പറ്റാവുന്ന രീതിയിലുള്ള ജനറൽ സെക്രട്ടറിയെ തൽക്കാലം അവർ തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. യെസ്, ശ്രീ പാണ്ഡ്യാല ഷാജി, ഡോക്ടർ ജയരാജിൻ്റെയും N. ശ്രീകുമാറിൻ്റെയും വാദങ്ങൾക്കുള്ള താങ്കളുടെ പ്രതികരണം. ഇതിനകത്ത് നമ്മൾ പിന്നെ കേവലമായ ദേശീയ വീക്ഷണം എന്നുള്ളത് മാത്രമല്ല അതിനകത്ത് വരുന്നത്, അതൊരു പൊളിറ്റിക്കൽ ലൈനാണെന്നുള്ളതാണ്. അത്തരം ഒരു പൊളിറ്റിക്കൽ ലൈനിന് വിരുദ്ധമായി ചെയ്തിട്ടുള്ള ഒരു പ്രക്രിയയായിരുന്നു നേരത്തെ ഉണ്ടായിരിക്കുന്ന ഈ പിന്നെ ആണവ കരാറുമായി ബന്ധപ്പെട്ട മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്ന രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നിന്നുകൊണ്ട്
ഒരു പുതിയ പൊളിറ്റിക്കൽ ലൈൻ സ്വീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടപ്പോഴാണ് ഇതിനകത്ത് വേറൊരു വളരെ ഗൗരവകരമായിട്ടൊരു വിഷയം വരുന്നത്. അതിനകത്താണ് ശരിക്കും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്തിനാണ് പിളർന്നത് എന്നുള്ള ചോദ്യം വരുന്നത്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ആധാരമായിരിക്കുന്ന സംഭവം ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടുന്ന സാധനം അങ്ങേയറ്റം അസംബന്ധമായ ഒരു സംഭവമായിരുന്നു ആ പിളർപ്പ് എന്നുള്ളതാണ്. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ പിളർപ്പ് നടന്നപ്പോൾ അതിൻ്റെ കേരളത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ ആദ്യത്തെ ഒരു സങ്കടം ഉണ്ടായ സ്ഥലം പിന്നെ മിസ്റ്റർ നമ്പ്യാർ അതിൻ്റെ ഏറ്റവും സങ്കടകരമായ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ അത് കൂത്തുപറമ്പാണ്. 1964 പാർട്ടി പിന്നെ പിളർന്നു കഴിഞ്ഞ ശേഷം കൂത്തുപറമ്പിലുണ്ടായിരിക്കുന്ന അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഫീസിൻ്റെ ബോർഡ് മാറ്റുകയാണ്. ബോർഡ് മാറ്റിയിട്ടാണ് ആദ്യം ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൻ്റെ പുതിയ ബോർഡ് വെക്കുകയാണ്. അന്ന് കരഞ്ഞ ഒരാളുണ്ട്. ആ കരഞ്ഞ ഒരാളുടെ പേരാണ് മരിച്ചുപോയിരിക്കുന്ന സഖ പാട്ടിൻ ഗോപാലാട്ടൻ. പാട്ടിൻ ഗോപാലാട്ടൻ കരഞ്ഞു വന്നു. നമ്മൾ അറിയേണ്ട വിഷയം എന്താ പറഞ്ഞാൽ ഒരു പാർട്ടി കേഡറെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ വൈകാരികതയാണ്. ഇത്തരം വൈകാരികതീഷ്ണമായിരിക്കുന്ന ഒരു അവസ്ഥയെ ഉണ്ടാക്കിയിരിക്കുന്ന സംഭവത്തിന് മേലെയാണ് പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന തലനാരിഴ കീറിയിട്ടുള്ള പിന്നെ വിഷയത്തിൻ്റെ മേലെ ആ പാർട്ടി പിളരുന്നു. ഈ പാർട്ടി പിളർന്നപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ ഭീമൻ കൃഷ്ണൻ, മൂത്തച്ഛൻ അടിയാവുന്ന മൂത്തച്ഛൻ CPI-ലാണ്, പാണ്ഡ്യാലഗോപാലൻ CPM-ലാണ്. നിങ്ങളൊന്ന് അറിയേണ്ട വിഷയം എന്താ, ഏട്ടനും അനിയനും എന്നുള്ളത് മാത്രമല്ല, അത് ഇങ്ങനെ വരാവുന്നൊരു വലിയ അവസ്ഥയുണ്ടാക്കി. കാലം 1964 കഴിഞ്ഞു. നമ്മളിപ്പോൾ ഈ 2024 ഈ ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇതിനൊന്ന് വിലയിരുത്തി നോക്കുമ്പോൾ എന്താ അവസ്ഥ? ലെഫ്റ്റ് എന്ന് പറയുന്ന സംഭവത്തിന്റെ സാന്നിധ്യം പോലും ചില സംസ്ഥാനങ്ങളിൽ ഇല്ല. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ CM പോയി. CM-ന്റെ പിറകിലാണ് ആര് നടക്കുന്നത്? പാർട്ടി സെക്രട്ടറി നടക്കുന്നത്. ഞാൻ ഇവിടെ സസൂക്ഷ്മം ശ്രദ്ധിച്ചൊരു സംഭവമാണത്. ഒരിക്കലും പാടില്ലാത്തതാണ്. നിങ്ങൾ പോകുന്ന കാര്യം പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മരിച്ച സ്ഥലത്തേക്കാണ്. എന്ത് മുഖ്യമന്ത്രിയല്ലേ എഴുതിയാന്ന് പറയുന്നത്? നിങ്ങളുടെ മന്ത്രിസഭക്ക് മണ്ണാങ്കട്ടയല്ല ഈ മന്ത്രിസഭ മുഖ്യമന്ത്രിയുടെ വകുപ്പല്ലുള്ളത്. അവിടെ ആരാണ് മുന്നിൽ നടക്കുന്നത്? പാർട്ടി സെക്രട്ടറിയാണ്. MP ഗോവിന്ദൻ നടക്കണം. ഈ ഗോവിന്ദൻ മുമ്പിൽ നടക്കാൻ കഴിയാതിരിക്കുന്ന, ഗോവിന്ദനെ പിറകിൽ നടച്ചിരിക്കുന്ന ഈ പറയുന്ന മിസ്റ്റർ വിജയൻ അയാളെ കൊണ്ടുവന്ന് ജയിപ്പിക്കുന്നറിയോ? അയാൾ വരച്ച വരയിൽ ഗോവിന്ദനെ നിർത്തുമെന്ന് ഞാൻ പറയുന്നതിന്റെ ഏറ്റവും പ്രൈമാഫേഴ്സിയുള്ള ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി വേറൊരു ഉദാഹരണം നിങ്ങൾക്ക് വേണോ? 1964 പാർട്ടി പെടുന്നതിന് മുമ്പ് പിന്നെ AKG ഇന്ത്യൻ പാർലമെന്റിനകത്തെ പ്രധാനപ്പെട്ട ഒരാളെ പോയപ്പെട്ട ഒരാളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ്. പക്ഷെ അന്നത്തെ കാലത്ത് അവിടെ ഡൽഹിയിൽ ഏറ്റവും പ്രാമാണികരായി നിറഞ്ഞു നിൽക്കുന്ന ആൾ SA ഡാംഗെയാണ്. രണ്ടാമത് വരുന്ന ആളാരാണ്? ഹിരൺ മുഖർജിയാണ്. മൂന്നാമത് വരുന്ന ആരാണ്? പിന്നെ സത്യപാൽ ഡാങ്. ഇങ്ങനെ വരുന്ന മഹാരഥന്മാരുണ്ട്. ഈ മഹാരഥന്മാരാണ് ഒരു പരിപാടിയുടെ ഭാഗമായി പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന സംഗതി വരുമ്പോൾ അവിടെ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന കർഷക സംഘത്തിന്റെ പ്രതിനിധികളുണ്ട്. ഡെലിഗേറ്റ്സ് ആയിട്ട് പോയവരല്ല. ഒരു മെമ്മോറാണ്ടം കൊടുക്കാൻ പോയതാണ് നെഹ്റുവിന്, അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്. അപ്പൊ അത് ഇദ്ദേഹത്തിന് AKG-യുടെ കുടുപ്പി കെട്ടിയിട്ടാണ് പോകുന്നത്. നോക്കുമ്പോൾ അവിടെ എന്താണ്? ഈ പൊതുയോഗം നടക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് AKG മണ്ണ് തറയിൽ ഇരുന്നിട്ടാണുള്ളത്. ഈ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന പാർട്ടീസുകാർക്ക് ഉണ്ടായിരിക്കുന്ന വികാരം ചെറുതല്ല. AKG തറയിലിരിക്കുന്നുവെന്ന് നിങ്ങളൊന്ന് അറിയേണ്ട വിഷയം എന്താ? ഇതാണ് വൈകാരികത എന്ന് പറയുന്നത്. ഈ വൈകാരികത AKG കേരളത്തിൽ മാത്രമാണെന്ന് ഏറ്റവും പ്രഗത്ഭനായ ഒരു സംഘാടകനും പ്രക്ഷോഭനും സമരനായകനും ഉള്ളത്. പക്ഷേ ഒരു നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങൾക്ക് അത്തരത്തിലുള്ള അവസ്ഥ വന്നില്ല. പാർലമെന്റിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കൂടെ പിന്നെ സ്വാധീനത്തിന്റെ ഫലമായി അദ്ദേഹം നൽകിയിരിക്കുന്ന ചില പ്രത്യേകമായിരിക്കുന്ന അറ്റൻഷനിലൂടെയാണ് പിന്നെ AKG ഇന്ത്യൻ പാർലമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളും രാഷ്ട്രീയ ശ്രദ്ധയാകർഷിക്കപ്പെടും. ഇത് രാഷ്ട്രീയത്തിൻ്റെ അകത്തേക്ക് ഒരു പരസ്പര മാന്യതയുടെയും ബഹുമാനത്തിന്റെയും രാഷ്ട്രീയ വിഷയങ്ങളാണ്. ഈ വിഷയത്തിന്റെ ഭാഗമായി 1964 പാർട്ടി പുറത്തപ്പോൾ കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ആദ്യത്തെ പൊതുയോഗം എവിടെയാണെന്ന് മിസ്റ്റർ നമ്പ്യാർക്ക് അറിയാമോ? ആദ്യത്തെ പൊതുയോഗം നടക്കുന്നത് കോടിയേരി ഈങ്ങയിൽ പീടികയിലാണ് ആദ്യത്തെ AKG-യുടെ പ്രസന്റേഷൻ വരുന്നത്. രണ്ടാമത് നടന്ന പൊതുയോഗം എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പാട്ടിൻ ഗോപാലാട്ടൻ കരഞ്ഞു എന്ന് പറഞ്ഞ കൂത്തുപറമ്പിലാണ് AKG രണ്ടാമത് വരുന്നത്. ഇങ്ങനെ ഓരോ വിഷയത്തിനകത്തും വരുമ്പോൾ നമ്മൾ ഈ കാണേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പാർട്ടിയുടെ ആളുകൾ നടത്തിയിരിക്കുന്ന അതിരൂക്ഷവും തീക്ഷ്ണവുമായിരിക്കുന്ന സമരത്തിന്റെ ഫലമാണ്. ഈ സമരത്തിന്റെ നെറ്റ് റിസൾട്ട് എന്താണ് ഇവിടെ വാസ്തവത്തിൽ ഇന്ത്യയിൽ നിന്നുള്ളത്? വാസ്തവത്തിൽ ദയനീയമായ ചിത്രമാണ്. ഇന്നത്തെ അവസ്ഥയിൽ സത്യത്തിൽ ചെയ്യേണ്ടത് ഇന്ത്യൻ ഇടതുപക്ഷം ഒരു പൊതുധാരയിലേക്ക് യോജിക്കേണ്ടുന്ന ഒരു ചരിത്രപരമായ സന്ദർഭമാണ്, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ അനിവാര്യതയാണത്. ഈ അനിവാര്യതയിലേക്ക് കടക്കാനുള്ള മുന്നണി സംവിധാനത്തിന് വേണ്ടത് നിലവിലുള്ളതിനേക്കാൾ കുറെ കൂടി ഇന്ത്യ മുന്നണി എന്നല്ല, അതിനേക്കാൾ കുറെ കൂടി വിശാലമായിരിക്കുന്ന എന്താ പറയുക പിന്നെ ന്യൂ ഇന്ത്യ മുന്നണി എന്ന പേരിൽ വേണമെങ്കിൽ അതിനെ വിളിക്കാം. അങ്ങനെ വിളിക്കാവുന്ന അവസ്ഥയിലേക്ക് അതിനെ വികസിപ്പിക്കുകയാണ് ഇവിടെ. ആ വികസിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ ബന്ധാവിന്റെ ജീവരേഖ ആ ജീവരേഖ ഉണ്ടാക്കി പ്രായോഗികവത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സഖാവ് യെച്ചൂരി മരണപ്പെട്ടു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ദുഃഖകരമായ സംഭവം. അതുകൊണ്ടാണ് അത് നികത്താനാവാത്ത ഒരു വലിയ വിടവ് തന്നെയാണ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നത്? എങ്ങനെയാണോ ഈ പാർട്ടിയെ കുളം തോണ്ടാൻ ശ്രമിച്ചത്
ആ കുളം തോണ്ടാൻ ശ്രമിച്ച സംഭവത്തിന്റെ പുനരാവർത്തനമാണ് ഇവിടെ വീണ്ടും വരുന്നത്. നോക്കൂ നിങ്ങൾ, ഈ സീതാറാം യെച്ചൂരിയെ രണ്ടാം തവണക്ക് ശേഷം രാജ്യസഭയിലേക്ക് അയക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഏക നേതാവാരാ? ഈ മനുഷ്യനെ വേറെ ആരെങ്കിലും ആണോ? ആർക്കാണ് അത് അറിഞ്ഞുകൂടാത്തത്? അത് ദേഷ്യം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ പിന്നെ കണ്ടുകൂടായ്മ കൊണ്ടോ പറയുന്നില്ല. അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നു. ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്താണ്? ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് അത് പ്രോ സെന്റർ നിലപാടായിരുന്നു, അഥവാ പ്രോ BJP നിലപാടാണ്. ഈ നിലപാടിന്റെയും കൂടെ പരിണതിയായിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM-ന്റെ ഈ മുന്നണിയുടെ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത്. ഈ തിരിച്ചടിയെ രാഷ്ട്രീയമായി വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാവുന്ന ഏക ഉത്തരം എന്താണ്? അത് പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്, തികച്ചും വ്യക്തിപരമായിരിക്കുന്ന കച്ചവടവൽക്കരണത്തിന്റെ വിഷയമാണ്. ഇവിടെയും വളരെ ഇതായിട്ട് പറയേണ്ടി വരുന്നൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കകത്തും സ്വാഭാവികമായും BJP പ്രതിപക്ഷ സംഭവത്തെ ടോപ്പിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്ന വലിയ വിമർശനങ്ങളുണ്ട്. ചിലത് വരെ യാഥാർത്ഥ്യവുമാണ്. പക്ഷേ കേരളത്തിനകത്തുള്ള ഈ പറയുന്ന ലെഫ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ സോകോൾഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയെ ടോപ്പിൾ ചെയ്യാൻ BJP-യുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിൽ സക്രിയമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? പരിശോധിച്ചാൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അത് ഒരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത എന്താണ്? BJP-യുടെ സെൻട്രൽ ലീഡർഷിപ്പിനും BJP-യുടെ സംസ്ഥാന ലീഡർഷിപ്പിനും ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി ഒന്നും ചെയ്യാതെ വളരെ ഭംഗിയായി ആരിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഈ നിലവിലുള്ള മുഖ്യമന്ത്രിയുടെയും ഈ ക്യാബിനറ്റിലൂടെയും ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്രശ്നം. അതാണ് ഈ പൊളിറ്റിക്കൽ പ്രശ്നത്തെയാണ് ആര് അഡ്രസ് ചെയ്യേണ്ടത്? ഈ കേരളത്തിലെ പാർട്ടി അഡ്രസ് ചെയ്യേണ്ടത്. അത് കൃത്യമായി അഡ്രസ് ചെയ്യുന്നവരാണ് ആര്? സെൻട്രലിലെ പാർട്ടി, കേന്ദ്ര നേതൃത്വം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ സെൻട്രൽ ലീഡർഷിപ്പ് ഇത് വളരെ ഗംഭീരമായി അത് അഡ്രസ് ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന വിഷയം. ഇതുപോലെ സായിപ്പിനെക്കാണുന്ന കവാത്ത് മറന്നു പോയിരിക്കുന്ന ആളുകളെ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി ആക്കി വെച്ച സംഭവം എന്താ ഉണ്ടാകുന്നറിയോ? ഇതല്ലേ തന്നെ ആകെ വറ്റി നാശമായി പോവുകയാണ്. ആ നാശമായി പോകുന്ന അവസ്ഥയിൽ ഇതിനേക്കാൾ ദാരുണവും ദയനീയവുമായ ചിത്രത്തിലേക്ക് ഇതിനെ വഴി നടത്തി കൊണ്ടുപോകുന്ന ഒരു ചിത്രം ഉണ്ടാക്കിക്കൂടാ. അതുകൊണ്ട് കേവലമായിരിക്കുന്ന ഒരു ദേശീയ വികാരത്തിന്റെ വിഷയം മാത്രമല്ല അത്, മറിച്ച് അതെന്താണ്? അതൊരു വലിയ പൊളിറ്റിക്കൽ ലൈനാണ്. ഈ പൊളിറ്റിക്കൽ ലൈനെ ടോർപ്പിഡോ ചെയ്യാൻ ആര് ശ്രമിക്കുന്നു എന്നതാണ് വിഷയം. ഇത് ചെയ്യാൻ ഇയാളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇയാൾക്ക് ഒരു പൊളിറ്റിക്കൽ ലൈനും ഇല്ലല്ലോ. ഇയാൾക്ക് ആകെയുള്ള വിഷയം ഇയാൾ പൊളിറ്റിക്കൽ ലൈൻ എന്ന് പറയാൻ ഇയാൾ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു ലൈൻ സമ്പൂർണ്ണ ആ ഒരു പദ്ധതി സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അയാൾക്ക് നേതാവാണെന്ന് പറയാൻ ഒരു റൈറ്റും ഇല്ല എന്നാണ്. പിന്നെ ഈ ജനനായകൻ നല്ല എഴുതുക, ദേശാഭിമാനിയിലെ പേന ഉന്തികൾ എഴുതുന്ന ഇതിനകത്ത് ജനനായകൻ വന്നു, ഒരാൾ ജയിക്കണ്ടേ? ഈ വന്നിരിക്കുന്നവരെ മുഴുവൻ എന്താ ഫെവിക്കോൾ കൊണ്ടുപോയിട്ട് പിറകിൽ കസേരന്റെ കൂടെ ഒടിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഇരുത്തിയതിന്റെ സംഭവം അത് അല്ലേ? അങ്ങനെ വന്നതിന്റെ ഫലമാണ് ഇതിനകത്ത് ഒന്നും വോട്ട് പെട്ടിയിൽ വിട്ടില്ല എന്ന് പറയുന്നത്. ഇതാണ് നിലവിലുള്ള യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആളുകൾക്ക്, പാർട്ടി പ്രവർത്തകന്മാർക്ക് പ്രത്യയശാസ്ത്രപരമായ അവബോധമില്ല, രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലൈനില്ല, ഇതൊന്നുമില്ലാതാകുമ്പോൾ സ്വന്തം കാര്യം ചിന്താവാതാക്കാൻ ഇത്രയും സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു വന്നിരിക്കുന്ന ഒരു പാർട്ടിയെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഈ ഉപയോഗിച്ചു വന്ന സംഭവത്തോട് ഇപ്പോൾ പോലും അതിനോട് മൗനം കാണിക്കുന്നത് അത് കുറ്റകരമായിരിക്കുന്ന അനാസ്ഥയാണത്. ഈ കുറ്റകരമായ അനാസ്ഥക്കകത്ത് തന്നെയാണ് ഇപ്പോൾ MA ബേബിയെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായ ഒരു വൈരാഗ്യമുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ ഈ MA ബേബിയെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെ പറയാമല്ലോ, എന്നെ രണ്ടോ മൂന്നോ വയസ്സ് ചിലപ്പോൾ കൂടുതലുണ്ടാവും. ഈ പറയുന്ന MA ബേബികൾ എന്താണെന്ന് പറഞ്ഞാൽ പറയേണ്ട സ്ഥലത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ അയാൾ കൃത്യവും സത്യസന്ധവുമായി പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ടോ? ഇതിവിടെയാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ഒരൊറ്റയാളെയും ഈ കേരളത്തിൽ നിന്ന് ഇയാൾ വളർത്തിയിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ അവരെ ശരിപ്പെടുത്തി ഷണ്ഡീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇതുമായി ബന്ധമില്ലാത്ത ഇത്തരത്തിലുള്ള ഒരു സറണ്ടറിങ്ങിന് വിധേയമാവാത്ത ഒരാൾ ഇതിന്റെ ലീഡർഷിപ്പിലേക്ക് വരണം. അഡ്വോ കമ്മിറ്റി വന്നാലും കുഴപ്പമില്ല. ഡോക്ടർ ജയരാജ്, ഇനി ആര് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്ന് കരുതുന്നുണ്ടോ? പാർട്ടിയെ അങ്ങേ അറ്റം അപജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല. അപജയത്തിലാണ്, വലിയൊരു കുഴിയിൽ ആണ് വീണ് കിടക്കുകയാണ്. ഇനി ആർക്ക് രക്ഷപ്പെടുത്തിയെടുക്കാനാവും? ഈ പ്രതിസന്ധികളെ എല്ലാ കാലത്തും പാർട്ടി നേരിട്ടിട്ടുണ്ട്. ഇനിയും അതുപോലെ തന്നെ അതിൽ ശക്തമായി അതിനെ നേരിടുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ രണ്ടു മൂന്ന് പ്രതിസന്ധികളെ മറികടക്കാൻ പറ്റും. പക്ഷെ അതല്ലല്ലോ ഇപ്പോ പാർട്ടി നിലവിൽ അഭിമുഖീകരിക്കുന്നത്. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രതിസന്ധി അല്ലല്ലോ.
പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയാണെങ്കിലും ഭരണപരമായ പ്രതിസന്ധിയാണെങ്കിലും എന്തുതരം പ്രതിസന്ധികളെയും നേരിടാൻ തക്ക ലീഡർഷിപ്പും അതിന് തക്ക അണികളുമുള്ള പാർട്ടിയാണ് CPIM എന്ന് പറയുന്നത്. നിസ്സാരമായ ഒരു സംഘടനാ സംവിധാനം അല്ലാന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ആരെ വേണമെങ്കിലും നമുക്ക് ചീത്ത വിളിക്കാൻ, നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, ചില ആളുകളെ നമുക്ക് കാണാതിരിക്കാം. നമ്മൾ ആരുടെയും കൂടെ, ഞാൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലും ബോഡി ലാംഗ്വേജിൽ റിസർച്ച് ചെയ്ത ഒരാളാണ്. എനിക്ക് അതിനകത്താണ് PhD കിട്ടിയത്, ബിഹേവിയറൽ സയൻസിൽ. അപ്പം ഞാനിത് മുമ്പേ നടന്നോ പിമ്പേ നടന്നോ കൂടെ നടന്നോ എന്ന് നോക്കിയിട്ടല്ല ഒരാളുടെ ഈ മൂപ്പിളമ തർപ്പം തീരുമാനിക്കുന്നത്. അതൊക്കെ വളരെ ബാലിശമായ വാദങ്ങളാണ്. ഇത് ഒരാളെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാളെ വഴക്ക് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ്. അതവിടെ നിൽക്കട്ടെ, അതിനെ ഞാൻ ആ ഒരു അർത്ഥത്തിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. രണ്ടാമത് ശ്രീമാൻ സാറിനോട് തിരുത്താനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഇല്ലെന്നും ഇടതുപക്ഷം ഇല്ലെന്നൊന്നും ഒരിക്കലും സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത് സീതാറാം യെച്ചൂരി കാണിച്ച മര്യാദ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് കാണിച്ചിട്ടില്ല. അതിൻ്റെ രാഹുൽ ഗാന്ധി അടുത്ത് പറഞ്ഞു കൊടുത്തത് KC വേണുഗോപാൽ എന്ന് പറഞ്ഞ നേതാവാണ്. പിന്നീട് അതിനുശേഷം അത് പൊളിറ്റിക്കലായിട്ടുള്ള ടാക്ടിക്സ് ആണ്, ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇയാളുണ്ടല്ലോ VD സതീശനും അതുപോലെ തന്നെ സുധാകരനും തമ്മിൽ പ്രസിന്റെ മുമ്പിലിരുന്നാണ് പരസ്പരം ചീത്ത വിളിച്ചത്. സുധാകരൻ ചീത്ത വിളിച്ച നാട്ടുകാരെല്ലാം കേട്ടതാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും കോൺഗ്രസിലെ പോലെ ഗ്രൂപ്പുകളൊന്നും CPM-നകത്ത് ഇല്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സൈദ്ധാന്തികമായ തർക്കങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞ, അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറുള്ളൂ. അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അമിക്കബിളി സോൾവ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് സർവം ശിഥിലമാകുന്നു. ചിന്മയ അച്യുതയുടെ നോവലിൽ പറയുന്ന കണക്കല്ല സർവം ശിഥിലമാകുന്നു. ഇതിന് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ് നടക്കുന്ന ആരും CPM-നകത്ത് ഇതുവരെ ഒരു നേതൃത്വത്തിൽ വന്നിട്ടില്ല. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളെക്കുറിച്ച് നല്ല വാക്ക് പറയുകയും, ഇതിന് മുമ്പത്തെ നേതാവ് ചിലർ പറയും പണ്ടത്തെ പാട്ടുകളായിരുന്നു വളരെ നല്ലത്, വയലാറൊക്കെ എഴുതും ഇങ്ങനെ. ഇപ്പോഴത്തെ പാട്ടുകൾക്ക് എന്താ മോശം? ഇപ്പോഴും നന്നായിട്ട് എഴുതുന്ന പാട്ടുകാരില്ലേ? പക്ഷെ പണ്ട് AKG EMS ഒക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നയനാർ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെ അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു, ഇവരാരും ജീവിച്ചിരിക്കുമ്പോൾ പറയില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഈ സ്റ്റാൻഡ് മാറ്റുന്നതിന്റെ ഒരു കാര്യം പറഞ്ഞതാണ്. അത് അവനവനനുസരിച്ച് അനുകൂല സാഹചര്യങ്ങൾ അനുസരിച്ച് പെരുമാറുകയെന്നും അതിനനുസരിച്ച് മറുപടി വ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള, അത് നമ്മളുടെ ചർച്ചയിൽ വന്നിരുന്നുണ്ട്. ഇത്തരം നുണ പറയാൻ പാടില്ല. ഏതൊക്കെ സാഹചര്യത്തിലാണ് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ശ്രീമാൻ സാറ് വളരെ വർഷങ്ങളായിട്ട് പത്രപ്രവർത്തന രംഗത്തുള്ള ഒരാളാണ്, വളരെ അനുഭവ പരിജ്ഞാനമുള്ള ആളാണ്. അദ്ദേഹത്തിന് തിരുത്താൻ ഞാൻ ആളല്ല. പക്ഷെ പറയുമ്പോൾ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് പറയണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതൊരു എന്താണ് പറയുന്നത്, ഒരു ബ്രദർലി ഇതായിട്ട് എടുത്താൽ മതി. അത് ഞാൻ തിരുത്താനൊന്നും വന്നതൊന്നും അല്ല. തിരുത്തണമെങ്കിൽ തെറ്റാണെന്ന് തോന്നുമെങ്കിൽ തിരുത്താം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ രണ്ടുപേരുടെയും രണ്ട് രാഷ്ട്രീയം തന്നെയാണ്. ഒന്ന് വലതുപക്ഷ രാഷ്ട്രീയം, ഒന്ന് ഇടതുപക്ഷ രാഷ്ട്രീയം ആണ്. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയുടെ സെക്രട്ടറി മരിച്ചു കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോയുടെ അടുത്ത സെക്രട്ടറി ഉണ്ടാവും, താൽക്കാലിക ചുമതലയുള്ള സെക്രട്ടറി വരും, അതിനുശേഷം സമ്മേളനത്തിന് തിരഞ്ഞെടുക്കുമെന്ന് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞതാണല്ലോ. അതിനകത്ത് ഈ പറഞ്ഞത് കണക്കുപോലെ കേരളത്തിൽ നിന്ന് ഒരാൾ വന്ന് കേരളത്തിലെല്ലാം നശിച്ചു കിടക്കുകയാണ്, കേരളത്തിൽ 10 വർഷമായിട്ട് ഇവിടെ അല്ലെ 7 വർഷമായിട്ട് ഇവിടെ എല്ലാം നശിച്ചു പോയി, ഇതിനു മുമ്പ് ഭയങ്കര എന്താണ് മധുര മനോഹര ക്യൂബയായിരുന്നു എന്നൊന്നും ഞാൻ ധരിക്കുന്ന ആളൊന്നുമല്ല. അങ്ങനെ ധരിക്കേണ്ടെന്ന കാര്യവുമില്ല. അല്ലെങ്കിൽ വിയറ്റ്നാം ആയിരുന്നെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെനിസ്യൂല ആയിരുന്നെന്നോ, അല്ലെങ്കിൽ മുമ്പ് പണ്ട് യെച്ചൂരി പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ പറയാം. പണ്ട് ഈ സോവിയറ്റ് യൂണിയൻ തകർന്നതിനെ കുറിച്ച് 70 വർഷങ്ങളെ കുറിച്ചൊരു സെമിനാർ ഇവിടെ സെനറ്റ് ഹാളിൽ നടത്തുകയുണ്ടായി. അപ്പം സീതാറാം യെച്ചൂരി പറഞ്ഞത് എങ്ങനെയാണ്, സോവിയറ്റ് യൂണിയൻ എങ്ങനെ തകർന്നു എന്നുള്ളതിനെ കുറിച്ചല്ല നമ്മൾ പഠിക്കേണ്ടത്, 70 വർഷം എങ്ങനെ പിടിച്ചു നിന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇത്രയധികം വലതുപക്ഷ മാധ്യമങ്ങളും ഇത്രയധികം വിധ്വംസക ശക്തികളും മുതലാളിമാരും കൊറോണ ക്യാപിറ്റലിസവും കൂടെ ചേർന്ന് എതിർത്ത് തോൽപ്പിക്കാൻ അവസാനത്തെ പച്ചത്തുരുത്തായ കേരളത്തിനെ പോലും നശിപ്പിക്കാൻ മുക്കിക്കൊല്ലാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ഈ പച്ചത്തുരുത്തായ കേരളമെങ്കിലും പിടിച്ചു നിൽക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ, സാധാരണക്കാർക്ക് പ്രയോജനം ഉണ്ടാകുന്ന പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക, സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കുക, സാധാരണക്കാർക്ക് ഭക്ഷണം വിതരണം ചെയ്യുക, സാധാരണക്കാരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സർക്കാരിനെതിരെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ വളരെയേറെ സങ്കടമുണ്ട്, മനോവിഷമമുണ്ട്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രചാരവേലകളിൽ ഇടത് സൈദ്ധാന്തികന്മാർ വീണുപോകാതെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇൻട്രോസ്പെക്ഷൻ വളരെ നല്ലതാണ്. ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ആരാണ്, ഞാൻ എന്താണ് പറയുന്നത്, അതൊരു ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ട് നമ്മൾ കാണണം. അതാണ് ഞാൻ പറഞ്ഞത്, സ്വയം വിമർശനം നടത്തണം, വിമർശനം വേണം. അതിനുശേഷം മാത്രം നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. ഡോക്ടർ ജയരാജ്, ഓണമാണ്, പരിപാടികളുണ്ട്, കൃത്യസമയത്ത് നമുക്ക് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. N. ശ്രീകുമാർ, ഞാൻ ചോദിക്കുന്നില്ല,
നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതായത് ശ്രീ ഡോക്ടർ ജയരാജ് പറഞ്ഞത്, അതായത് ഈ സീതാറാം യെച്ചൂരി പ്രസംഗിച്ചു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇല്ലാതെ ഒരു ഇടതുപക്ഷ ചേരിയാണെങ്കിലും അതുപോലെ പുരോഗമന ചേരിയാണെങ്കിലും ഇല്ല എന്ന് പ്രായോഗിക രാഷ്ട്രീയത്തിലൂടെ കാണിച്ചു കൊടുത്ത ഒരാളാണ് യെച്ചൂരി. ആ നിലയ്ക്ക് എടുത്താൽ മതി, അല്ലാതെ പ്രസംഗിച്ചു എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. കാരണം കോൺഗ്രസിനോട് ഇതുപോലെ ഒട്ടുനിന്ന, കോൺഗ്രസിനോട് ഇതുപോലെ സൗഹാർദ്ദം കാണിച്ച CPM-ന്റെ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സൂർജിത്തിന് ശേഷം യെച്ചൂരിയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കേരളത്തിലുള്ള CPM നേതാക്കൾ എന്താ പറഞ്ഞത്? CPM ഇല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഇടതുപക്ഷം ഇല്ല എന്നുള്ള രീതിയിലായിരുന്നുള്ള അവരുടെ പ്രസംഗമൊക്കെ. നമ്മൾ അതാണ് ആ രീതിയിൽ എടുത്താൽ മതി, അതല്ലാണ്ട് യെച്ചൂരി പ്രസംഗിച്ചു എന്നുള്ള രീതിയിലല്ല. അതെല്ലാവർക്കും മനസ്സിലാവുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സീതാറാം യെച്ചൂരി കോൺഗ്രസിന് നൽകിയ പിന്തുണ എന്തായിരുന്നു? ഇപ്പോൾ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്താണെങ്കിലും അതിന് ശേഷമാണെങ്കിലും ഈ അടുത്ത കാലത്ത് മാത്രം എടുത്താൽ മതി. ഈ ഇന്ത്യ മുന്നണി രൂപപ്പെടുത്തുന്നതിൽ രാഹുൽ ഗാന്ധി ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ഇന്ത്യ മുന്നണിയുടെ സംരക്ഷകനാണ് യെച്ചൂരി എന്നാണ് പറഞ്ഞത്. ഇന്ത്യ മുന്നണിയുടെ സംരക്ഷകനാണ് യെച്ചൂരി എന്ന് കോൺഗ്രസ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ആ രീതിയിൽ എടുക്കാവൂ, അല്ലാണ്ട് ഞാനത് തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതല്ല എന്ന് തിരുത്തിയാണ്. പിന്നെ മറ്റൊരു കാര്യം, ശ്രീ നമ്പ്യാർ, കേരളത്തിൽ നിന്നൊരാൾ ജനറൽ സെക്രട്ടറി ആവാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് താല്പര്യം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു അദ്ദേഹത്തിൻ്റെ പൊസിഷൻ പാർട്ടിയിൽ വളരെ വലുതാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും ഒരാൾ ജനറൽ സെക്രട്ടറി ആയി വരുന്നതിനോട് അദ്ദേഹം എത്രമാത്രം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. തൽക്കാലം ആരെങ്കിലും ഒരു മറ്റ് സംസ്ഥാനക്കാരനെ പിടിച്ച് ഒരു താൽക്കാലിക ചുമതല ഏൽപ്പിച്ച് അങ്ങനെ പോകാനാണ് സാധ്യത ഞാൻ കരുതുന്നത്. അത് രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. കാരണം രാഷ്ട്രീയത്തിലെ നേതാക്കൾക്കിടെ തുല്യരായ നേതാക്കൾ വരുമ്പോഴുള്ള പ്രശ്നമാണത്. ആരാണ് തുല്യരിൽ ഒന്നാമെന്നൊരു തർക്കം വരും. ആ ഒരു തർക്കം വന്നാൽ ബുദ്ധിമുട്ടാണ്. കോൺഗ്രസ്സിൽ ആ തർക്കം വന്നാൽ അത് വേറെ രീതിയിൽ പരിഹരിക്കും. പക്ഷേ CPM-ലെ തർക്കം വന്നാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ടൊക്കെ അവർ കൈകാര്യം ചെയ്യുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നത്. യെസ്, താങ്കളുടെ അഭിപ്രായത്തോടെ ഞാൻ 100% യോജിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, അതായത് അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോ അംഗമാക്കിയപ്പോൾ അതൊട്ടും രസിക്കാതിരുന്നത് പിണറായി വിജയനായിരുന്നു എന്ന്. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിൽ നിന്ന് ഒരാൾ, അതും MA ബേബി, പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വരുന്നതിൽ ഒരുപക്ഷെ പിണറായിക്ക് ഒട്ടും താല്പര്യമുണ്ടാവില്ല, ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും നീക്കമുണ്ടെങ്കിൽ അദ്ദേഹം അത് മുളയിൽ തന്നെ നുള്ളും എന്നാണ് കരുതേണ്ടത്. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.